സ്റ്റാറ്റിസ്റ്റിക്സിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: റാൻഡം വാരിയബിൾ എക്സ് ഇസ് സെഡ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ, മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാരിയൻസ്. ഈ രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ള ഒരു കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ PDF, അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ PDF എന്തായിരിക്കണം? ഇതുപോലെ ആയിരിക്കണം: 1 by sigma root 2 pi e raised to minus x minus mu by x minus mu the whole square by 2 sigma square. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്: 1 by sigma root 2 pi e raised to minus x minus mu by sigma the whole square by 2 അല്ലെ, അങ്ങനെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ റൂട്ട് 2 എന്ന് കൊടുക്കുക, അവിടെ ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ എങ്ങനെയാണെങ്കിലും എഴുതാട്ടോ, ഒന്നും പ്രശ്നമില്ല. നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം മറക്കാതെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 by sigma root 2 pi e raised to minus x minus mu the whole square by 2 sigma square ആണ് ഇവിടുത്തെ PDF. ഓക്കെ, ആൻഡ് ഇതിൽ എന്തുകൊണ്ടുണ്ട്? മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. എക്സിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ വേണേലും വരാം, കണ്ടിന്യൂസ് ആണ്. ആൻഡ് മ്യൂ is obviously minus infinity to infinity, and sigma standard deviation ആയതുകൊണ്ട് it should be greater than 0. ഇങ്ങനെയാണ്, ഇങ്ങനെ ആയേ പറ്റൂ അല്ലെ, റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF. ഓക്കെ, അപ്പൊ ഇവിടെ നോർമലി നമ്മൾ പറയാ എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ. ഇത് ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യമാണ്. മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ആണ് എപ്പോഴും നമ്മൾ, സിഗ്മ സ്ക്വയർ ആണ് ഇവിടെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എഴുതുക കേട്ടോ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സിഗ്മ സ്ക്വയർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തേക്കണേ. കാരണം ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് എക്സ് ഫോളോസ് 10 and 4, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 10 and 4 എന്ന് കണ്ടാൽ ഈ 10 എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് 4 എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം കേട്ടോ. സിഗ്മ സ്ക്വയർ ആണ് 4 എന്നുള്ള കാര്യം മറന്നു പോകരുതേ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് പറയും സിഗ്മയാണ്, ഇത് സിഗ്മയാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയും. ഓക്കെ, റൈറ്റ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF നിങ്ങൾ എഴുതി എന്ന് വിചാരിക്കുന്നു. ഇതിനൊരു കർവൊക്കെ ഉണ്ട് അല്ലെ, ആ കർവൊക്കെ നമുക്ക് വരയ്ക്കണം. ബെൽ ഷേപ്ഡ് കർവ് ആണ് നോർമൽ കർവ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. എങ്ങനെയാണ് ബെൽ ഷേപ്ഡ് കർവ് ഇവിടെ വരയ്ക്കാൻ? നമുക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. അത് സൈഡിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ബെല്ല് പോലെ ഇരിക്കണം, ബെല്ല് പോലെ ഇരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുപോലെയാണ് നമ്മുടെ നോർമൽ കർവ് വരുന്നത്. ഇതാണ് ഇതിന്റെ പീക്ക് പോയിന്റ്. ഓക്കെ, സിമെട്രിക് ആയിട്ടുള്ള ഒരു കർവാണ് നോർമൽ കർവിന് ഉള്ളത്. ഇത് എഴുതി കഴിഞ്ഞല്ലോ നിങ്ങൾ ഇല്ലേ? നോക്കി എഴുതി കഴിഞ്ഞു. ഒന്ന് കഴിഞ്ഞില്ലെങ്കിൽ പറയണേ. A random variable, a continuous random variable, x is said to follow normal distribution with parameter mu and sigma square if its density function is given by f of x comma mu sigma square എന്നൊക്കെ എഴുതും. 1 by sigma root 2 pi e raised to minus x minus mu the whole square by 2 sigma square, minus infinity less than x less than infinity, and minus infinity less than mu less than infinity, and sigma greater than 0. ഓക്കെ, ദെൻ അതിന്റെ കർവ്, നോർമൽ കർവ് ഇതാ ഇങ്ങനെയാണ് വരിക. ഇതാണ് നോർമൽ കർവ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, വരച്ചു വെച്ചോളൂ. നോർമൽ കർവ് ഇതൊരു ബെൽ ഷേപ്ഡ് കർവ് ആണെന്നാണ് പറയുക. ബെല്ല് പോലെ ഇരിക്കും കാണുമ്പോൾ ഏകദേശം എന്നാണ് പറയുക. നോർമൽ കർവ് ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. സിമ്മട്രിക് ആയിട്ടുള്ള കർവാണിത്. സിമ്മട്രിക് കർവ് എന്ന് വെച്ചാൽ എന്താ? ഒരു കർവിന്റെ രണ്ട് സൈഡിലേക്കും, ഈ ഭാഗത്ത് വലിയ വൃത്തിയില്ല എന്നാലും കുഴപ്പമില്ല,
രണ്ട് ഭാഗത്തേക്കും ഒരേ ഏരിയ ആണ് ഉണ്ടാവുക. അതായത് ഇത് നടുക്ക് ഈ ഭാഗം ഇങ്ങനെ മുറിച്ചാൽ ഈ സൈഡിൽ കാണുന്ന ഏരിയ തന്നെ ആയിരിക്കും അപ്പുറത്തെ സൈഡിലും ഉണ്ടാവുക. ഈ ഏരിയ തന്നെ ആയിരിക്കും ആ സൈഡിലും. സിമ്മട്രിക് ആയിട്ടുള്ള ഒരേപോലെയുള്ള വാല്യൂസ് ആണ് ഉണ്ടാവുക. ഫംഗ്ഷൻ വാല്യൂസ് സെയിം ആയിരിക്കും. സിമ്മട്രിക് ഇതേ കർവിനെയാണ് ഇപ്പുറത്തെ സൈഡിലും ഉള്ളത് എന്നർത്ഥം. അതാണ് സിമ്മട്രിക് കർവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഇതിലെ ഈ പീക്ക് പോയിന്റ് എക്സ് ആക്സിസ് ആണ്, നമ്മൾ ഈ താഴെ മാർക്ക് ചെയ്തേക്കുന്ന എക്സ് ആക്സിസ് ആണ്. ഈ പീക്ക് പോയിന്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ ആയിരിക്കും എന്ന് വെച്ചാൽ മീൻ ആണ് എന്ന് അർത്ഥം. എക്സ് മീൻ ആവുമ്പോഴാണ് ഇവിടെ ഏറ്റവും വലിയ വാല്യൂ നമുക്ക് കിട്ടുക. ഈ ഒരു ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി ഏറ്റവും വലുതായിട്ട് നമുക്ക് കിട്ടുക എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുമ്പോഴാണ്. ഈ പോയിന്റിൽ തന്നെയാണ് മീൻ, മീഡിയൻ, മോഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡും ഒക്കെ സെയിം ആണ് കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡും ഒക്കെ സെയിം ആണ്. ഇവിടേക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി ഉണ്ടാവും എക്സിന്റെ വാല്യൂ, ഇവിടേക്ക് പോസിറ്റീവ് ഇൻഫിനിറ്റി ഉണ്ടാവും എക്സിന്റെ വാല്യൂ. എഫ് ഓഫ് എക്സ് പിന്നെ 0 മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ് വരിക എന്ന് നമുക്കറിയാലോ. വൈ ആക്സിസിൽ എഫ് ഓഫ് എക്സ് മാർക്ക് ചെയ്യുക, നമ്മൾ മുകളിലേക്കാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. മാക്സിമം വാല്യൂ എന്തായിരിക്കും അതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. മാക്സിമം വാല്യൂ എക്സ് ഈക്വൽ ടു മ്യൂ ആവുമ്പോഴാണ് നമ്മൾ പറഞ്ഞു അല്ലെ. എക്സ് ഈക്വൽ ടു മ്യൂ നമ്മൾ എഫ് ഓഫ് എക്സിനകത്ത് കൊടുത്താൽ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/σ √2π e raised to minus x minus mu the whole square by 2σ square ആയിരുന്നു അല്ലെ. ഞാനൊന്ന് വൃത്തിയായിട്ട് എഴുതാട്ടോ. 2σ square. ഇവിടെ x ഈക്വൽ ടു മ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഫ് ഓഫ് മ്യൂ നോക്കി നോക്കിയേ, 1/σ √2π e raised to x minus mu എന്നുള്ളത് മ്യൂ മൈനസ് മ്യൂ വരും 0, e raised to 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അതാണ് ഇതിന്റെ മാക്സിമം വാല്യൂ 1/σ √2π. 1/σ √2π ആണ് ഇവിടുത്തെ മാക്സിമം വാല്യൂ. പ്രോബബിലിറ്റിയുടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ. ഈ കർവ്, നോർമൽ കർവ് ഒരിക്കലും നമ്മുടെ ആക്സിസിനെ, എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല. എക്സ് ആക്സിസിന് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ഈ കർവിന്, എക്സ് ആക്സിസ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ എഴുതുന്നുണ്ടോ. ഈ കർവിന് ഇൻഫൈനൈറ്റ് ടാൻജന്റ് ആണെന്നാണ് നമ്മൾ പറയുക. ഇൻഫൈനൈറ്റ് ടാൻജന്റ്. ടാൻജന്റ് ആവുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. ഇൻഫൈനൈറ്റ് ടാൻജന്റിനെ നമ്മൾ അസിംപ്ടോട്ട് എന്ന് പറയും കേട്ടോ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം, ഇപ്പൊ നിങ്ങൾ എഴുതണമെന്നില്ല. അസിംപ്ടോട്ട്സ് എന്ന് പറയും നമ്മളിതിനെ. ഇൻഫൈനൈറ്റ് ടാൻജന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും എഴുതി വെച്ചോളൂ. ഇനി ഈ നോർമൽ കർവിന്റെ, ഇപ്പൊ ഈ കാണുന്ന കർവ് ഉണ്ട്, കർവാണ് ഇതിന്റെ പ്രോബബിലിറ്റി നമുക്ക് തരിക. ഈ നോർമൽ കർവിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് ഈക്വൽ ടു മ്യൂവിന്റെ റൈറ്റ് സൈഡിലേക്കും എക്സ് ഈക്വൽ ടു മ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും 0.5 ആണ് ഏരിയ വരിക. ഓക്കെ, ടോട്ടൽ ഏരിയ 1 ആയിരിക്കും. എക്സ് ഈക്വൽ ടു മ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും 0.5 ആണ് ഏരിയ. പകുതിയും പകുതിയാണ് ഉണ്ടാവുക. ഓക്കെ, ആ കാര്യം ഓർത്ത് വെച്ചോളൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. തിയറി ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കംപ്ലീറ്റും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ.
ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഓരോരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. എഴുതി വെച്ചോളൂ നിങ്ങൾ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എക്സ് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, റാൻഡം വാരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്: എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. ഇനി ഈ എക്സിന്റെ അങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ എക്സിന്റെ അരിത്തമെറ്റിക് മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ആണ്. ആൻഡ് വാരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. അല്ലെ? ഈ വാരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അല്ലെ? ഈ കാണുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ മൈനസ് മ്യൂവിന്റെ സ്ക്വയർ. അല്ലെ? അങ്ങനെയാണ് ഇത് സിഗ്മ സ്ക്വയർ വരുന്നത് കേട്ടോ. ഓക്കെ, വാരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ആണ് കിട്ടുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മ്യൂ ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ആണ്. വാരിയൻസ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, റൈറ്റ്. അടുത്ത പോയിന്റ് ഇതിനകത്ത് പറയുന്നത് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. നമ്മൾ മൊമെന്റ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ. എം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മ്യൂ ടി പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ബൈ 2 ആണ്. എം എക്സ് ഓഫ് ടി ഈസ് എം എക്സ് ഓഫ് ടി ഇ റേസ് ടു mu t plus sigma square t square by 2. ഇതാണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ ഇതൊക്കെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഒന്നുകൂടെ വീണ്ടും പഠിക്കും. അത് മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഇനിയുണ്ട് കേട്ടോ കുറച്ചും കൂടെ പ്രോപ്പർട്ടീസ്. നമ്മൾ പറഞ്ഞ നോർമൽ കർവിന്റെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെയാണ്. എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരാം. നമ്മളിതായോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കമന്റ് ആയിട്ട്. റൈറ്റ്. ദെൻ അടുത്ത സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യത്തെ പോയിന്റ് നോക്കൂ. നോർമൽ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ കോർഡിനേറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ. എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറഞ്ഞാൽ ഓർഡിനേറ്റ്, എക്സ് ആക്സിലെ കോർഡിനേറ്റിനെയാണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു മ്യൂവിൽ ഇത് സിമെട്രിക് ആണ്. അല്ലെ? എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈക്വൽ ടു മ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും സെയിം ഏരിയ ആണ്. ഇതുപോലെയാണല്ലോ അതിന്റെ കർവ് പറയാം. അല്ലെ? രണ്ട് സൈഡിലേക്ക് ഒരേ ഏരിയ ആണ്. ഈ ഏരിയയും സെയിം ആണ്, അതുപോലെ തന്നെ ഈ ഏരിയയും സെയിം ആണ്. അതാണ് സിമെട്രിക്കൽ അബൌട്ട് എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്ത് പറയാനുണ്ട്? മീനും മീഡിയനും മോഡും എന്താണ്? സെയിം ആണ്. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡാണ്. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡാണ് ഇവിടെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. ആൻഡ് അടുത്ത പോയിന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. നോർമൽ കർവ് എഫ് ഓഫ് എക്സ് ഹാസ് എ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ. മാക്സിമം വാല്യൂ വരുന്നത് എക്സ് ഈക്വൽ ടു മ്യൂ ആവുമ്പോഴാണ്. നമ്മൾ പഠിച്ചു എഫ് ഓഫ് മ്യൂ എന്ന് പറയുന്നത് 1/σ റൂട്ട് 2π ആണ് എന്നുള്ളത്. 1/σ റൂട്ട് 2π ആണ്. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് നോർമൽ കർവ് ടച്ചസ് എക്സ് ആക്സിസ് ഓൺലി അറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസ് ഈ നോർമൽ കർവിനെ ഇൻഫിനിറ്റിയിൽ മാത്രം ടച്ച് ചെയ്യില്ല. എങ്ങനെ ടച്ച് ചെയ്തിട്ട് അടുത്തേക്ക് ഇങ്ങനെ വന്ന് പോയുള്ളൂ. ടച്ച് ചെയ്യില്ല. ഇനി ടച്ച് ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല.
ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ടാൻജന്റ് എന്നല്ലെങ്കിൽ അസിംപ്ടോട്ട്സ് എന്നാണ് പറയുക. ഇൻഫൈനൈറ്റ് ടാൻജന്റ്. എക്സ് ആക്സിസ് നോർമൽ കർവിന് ഇൻഫൈനൈറ്റ് ടാൻജന്റ് ആണ്, എക്സ് ആക്സിസ് നോർമൽ കർവിന് അസിംപ്ടോട്ട് ആണ് എന്ന് പറയും. ഇൻഫൈനൈറ്റ് ടാൻജന്റ് ഓർ അസിംപ്ടോട്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്ക്യൂനെസിന്റെയും കെർട്ടോസിന്റെയും കോഎഫിഷ്യൻസ് ആയിട്ടുള്ള β1 β2. സ്ക്യൂനെസിന്റെ β1 0 ആയിരിക്കും, കെർട്ടോസിൽ യൂസ് ചെയ്യുന്ന β2 3 ആയിരിക്കും. അതായത് ഇത് സിമെട്രിക് ആണ്, മെസോകേർട്ടിക് ആണ്. സിമെട്രിക് ആണ്, അതുപോലെ തന്നെ മെസോകേർട്ടിക് ആണ്. β1 സ്ക്യൂനെസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സ്ക്യൂനെസ് അത് β1 0 ആവുന്നതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് സിമെട്രിക് ആണ് ഈ കർവ് എന്ന് പറയാം. ഓക്കെ, സ്ക്യൂനെസ് സിമെട്രിക് ആയിട്ട്, സ്ക്യൂനെസ് ഇല്ല എന്ന് പറയാം. ലാക്ക് ഓഫ് സിമെട്രിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയാം അല്ലെ. ഇവിടെ സ്ക്യൂനെസ് 0 ആണെന്ന് പറഞ്ഞാൽ അവിടെ സിമെട്രിക് ആണ് ഡിസ്ട്രിബ്യൂഷൻ എന്നർത്ഥം. ഈ β2 കെർട്ടോസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. കെർട്ടോസിസ് ഇതെന്താണ്, β2 = 3 ആയതുകൊണ്ട് തന്നെ ഇത് മെസോകേർട്ടിക് ആണ് എന്ന് പറയാം നമുക്ക് അല്ലെ. മെസോകേർട്ടിക് ആണ്. പ്ലാറ്റികേർട്ടിക്, ലെപ്റ്റികേർട്ടിക് ആൻഡ് മെസോകേർട്ടിക്. മെസോകേർട്ടിക് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് പോലെ ഇരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് പോലെ ഇരിക്കും മെസോകേർട്ടിക്. മെസോകേർട്ടിക് ആണെന്ന് പറയാം. MESO കേട്ടോ, MESO മെസോകേർട്ടിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്ക്യൂനെസ് β1 0 ആണ്, സിമെട്രിക് ആണ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ β2 3 ആണ്, കെർട്ടോസിനെ ബേസ് ചെയ്തിട്ട് മെസോകേർട്ടിക് ആണെന്ന് പറയാം. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഒരു റിലേഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇത് ശരിക്കും എംപെരിക്കൽ ഫോർമുലയിൽ വരുന്നതാണ്. മീൻസ് ഒരു അപ്രോക്സിമേറ്റ് റിലേഷൻ ആണ് കേട്ടോ, എക്സാക്ട് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് 4/5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ക്വാർട്ടൈൽ ഡീവിയേഷൻ is 2/3 times standard deviation and mean deviation is 4/5 times standard deviation. നമ്മുടെ പഴയ സിലബസിൽ, അതായത് റിസർച്ച് ഓഫീസറിൽ ആദ്യം ഇപ്പോൾ ഉള്ള നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസിനകത്ത് എന്ത് പറയുന്നുണ്ട്, ഈ ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഡിസ്ക്രീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ ഡിസ്പേർഷൻ, അതൊക്കെ ശരിക്കും സിലബസിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സിലബസ് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതൊക്കെ ചിലപ്പോൾ റിസർച്ച് അസിസ്റ്റന്റിന്റെ പോലെ മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആദ്യം അത് എടുക്കാതെ പോകുന്നത്. ഇതിപ്പോൾ പ്രോബബിലിറ്റിയും ഡിസ്ട്രിബ്യൂഷൻസും ഒന്നും എന്തായാലും മാറ്റില്ലല്ലോ, അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് സ്ക്യൂനെസും കെർട്ടോസിസും ഒക്കെ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ 2/3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ 4/5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്നുള്ളത് ഓർത്തു വെച്ചോളൂ. പിന്നെ ഇതിലെ ഓൾ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ്, എല്ലാ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സും എന്താണ്, 0 ആണ്. μ1 μ3 μ6 μ5 അങ്ങനെയുള്ള ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം 0 ആണ്. μ1 0 ആണ്, μ3 0 ആണ്, μ5 0 ആണ്. ഇതൊക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് μ2r - 1 2r + 1 എന്നൊക്കെ പറയാം നമുക്ക്. അതെന്തായിരിക്കും, 0 ആയിരിക്കും. 2r എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്, -1 +1 കൊടുത്താൽ അത് ഓഡായിട്ട് വരും. അപ്പം ഇറ്റ് വിൽ ബി 0. എല്ലാ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റുകളും ഇതിൽ 0 ആണ്. ഇനി ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ റെഫറൻസ് റിലേഷൻ ഉപയോഗിക്കുകയും ചെയ്യാം. μ2r is equal to 1 × 3 × 5 × etc. 2r - 1 × sigma raised to 2r. അതായത് ഇപ്പോൾ നമുക്ക് μ2 എന്ന് നോക്കി നോക്കൂ, എങ്ങനെയാണ് കിട്ടുക. r = 1 കൊടുത്താൽ μ2 കിട്ടും. എന്താ μ2 വരിക, 1 × പിന്നെ 2 × 2 4 4 - 1 3 അല്ലേ. അപ്പോൾ 1 × 3 വരെ വരുള്ളൂ. പിന്നെ സിഗ്മ raised to 2 × r 1 ആയതുകൊണ്ട് 2. ദാറ്റ് ഈസ് എന്ത് കിട്ടും നമുക്ക് ഇവിടെ,
ഒരു മിനിറ്റ്, ആർ ഈക്വൽ ടു 1 അല്ലേ ഇവിടെ, അപ്പോൾ 1 വരുള്ളൂ കേട്ടോ, 3 ഉണ്ടാവില്ല. ആർ ഈക്വൽ ടു 1 അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1, 1 മൈനസ് 1 1, ഫസ്റ്റ് നമ്പർ മാത്രമേ കാണുള്ളൂ കേട്ടോ, 3 ഉണ്ടാവില്ല. സിഗ്മ സ്ക്വയർ, ദർഫോർ μ2 എന്ന് പറഞ്ഞാൽ എന്താ വരിക ഇവിടെ, സിഗ്മ സ്ക്വയർ അല്ലേ വരുന്നത്, നമുക്കറിയാലോ μ2 സിഗ്മ സ്ക്വയർ ആണ്. ഞാൻ ആർ ഈക്വൽ ടു 2 കൊടുത്ത് നോക്കിയേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, μ4 കിട്ടും. എന്താ μ4 വരിക, 1 ഇൻറ്റു 3 ഇൻറ്റു സിഗ്മ റേസ് ടു 4 അല്ലേ, അതായത് μ4 ഇസ് 3 സിഗ്മ റേസ് ടു 4 ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കൊമേഴ്സ് ആഡ് ചെയ്തു എന്നൊക്കെ പറയണത് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ PSC ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലെ. അങ്ങനെ വന്നാൽ നമ്മൾ കൊമേഴ്സിന്റെ പോർഷൻസ് ഉണ്ടാവും. കൊമേഴ്സിന്റെ പോർഷൻസ് വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസ് ആയിരിക്കും കുറയ്ക്കുക. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പോൾ 40 മാർക്കിനുള്ളത് അല്ലേ, അതായിരിക്കും കുറയ്ക്കുക. പിന്നെ എക്കണോമിക്സും കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, എല്ലാം 20 മാർക്സ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസും വരുത്താനുള്ള സാധ്യതയുണ്ട്. ജനറൽ പോർഷൻസ് ഒക്കെ ശരിക്കും ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ്. കൊമേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മീൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊരു ഗസറ്റ് പബ്ലിക്കേഷനാണ് ശരിക്കും അത് വന്നിട്ടുള്ളത്. അത് PSC നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്കത് ഫൈനലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. റൈറ്റ്, അപ്പോൾ ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സിന്റെ റെക്കറൻസ് റിലേഷൻ ആണ് നിങ്ങൾ ഈ കണ്ടത്. 2 μ2r is equal to 1 into 3 into 5 into etc. 2r minus 1 into sigma raised to 2r. ഓക്കെ, ഇതുപോലെ എല്ലാ സെക്കൻഡ് സെൻട്രൽ മൊമെന്റുകളും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത് എഴുതി കഴിഞ്ഞോ എല്ലാവരും? നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, പോയിന്റുകളൊക്കെ മറക്കാതെ പഠിച്ചു വെക്കുക. നോർമൽ കർവ് സിമെട്രിക് അബൌട്ട് x ഈക്വൽ ടു മ്യൂ ആണ്. മീനും മീഡിയനും മോഡും സെയിം ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മാക്സിമം വാല്യൂ വരുന്നത് x ഈക്വൽ ടു മ്യൂലാണ്. ആ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളതും പഠിച്ചു വെക്കുക. നോർമൽ കർവ് എക്സ് ആക്സിസിന് അസിംപ്ടോട്ട് ആണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസ് നോർമൽ കർവിന് അസിംപ്ടോട്ട് ആണ് എന്ന് പറയും നമ്മൾ. ഇൻഫൈനൈറ്റ് ടാൻജന്റ് ആണെന്ന് പറയും, ഇൻഫിനിറ്റിയിലാണ് ടച്ച് ചെയ്യുക. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ β1 β2 എന്താണ് നോക്കുക. പിന്നെ ക്വാർട്ടൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. എല്ലാ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സും 0 ആയിരിക്കും. ഈവൻ ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. റൈറ്റ്, ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യാം, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. അതായത് എക്സ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റാൻഡം വാരിയബിൾ ഫോളോസ് മ്യൂ സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ
എന്ന് പറയുന്ന എക്സ്പ്രഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സെഡ്. ആ സെഡ് എന്ത് ഫോളോ ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1, 0 and 1 as parameters. 0 and 1 as parameters. ഈ സെഡിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് എന്ന് പറയുക. സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ്. അപ്പോൾ ഇവിടുത്തെ PDF എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ PDF എങ്ങനെയായിട്ട് മാറും നോക്കി നോക്കിയേ. 1/σ√2π e raised to minus x minus mu by sigma the whole square by 2 അല്ല, എങ്ങനെയാണ് അത് എഴുതുക? ഇവിടെ ഈ x മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് പകരം നമ്മൾ z കൊടുത്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും 1/σ√2π e raised to minus z square by 2 എന്ന് മാറും. അപ്പോൾ ഇവിടെ ഇതിനെ f of z എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ സിഗ്മ എന്ന് പറയുന്ന സാധനം 1 ആയിട്ട് മാറും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അത് 1 എന്ന് കിട്ടും. ആ 1 ആയിട്ട് മാറുന്നത് കൊണ്ട് ഈ സിഗ്മേനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂ മാറ്റുമ്പോൾ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരും, വെറുതെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റുമ്പോൾ ഈ സിഗ്മ 1 ആയിട്ട് റിമൂവ് ആയി പോയിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഡിഫറൻഷിയേറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ ചെയ്യുക. ലിമിറ്റിംഗ് കേസിലൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ സിഗ്മ അവിടെ നിന്ന് പോയിട്ട് ഇതായിരിക്കും ഇതിന്റെ PDF വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരിക എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. f of z is equal to 1/√2π e raised to minus x square by 2 minus infinity less than z less than infinity. ഇവിടെ z നമ്മൾ പറയും ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ്. സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് ആണ് എന്ന് പറയും. ഓക്കെ, അതിലെ മീൻ എന്ന് പറയുന്നത് 0യും വാരിയൻസ് എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. മീൻ എന്ന് പറയുന്നത് 0യും വാരിയൻസ് എന്ന് പറയുന്നത് 1ഉം ആയിരിക്കും. ആൻഡ് ഒബിയസ്ലി മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനും ഇക്വേഷൻ വ്യത്യാസമുണ്ട്, പഠിച്ചു വെക്കുക. mz of t എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. e raised to zt യുടെ എക്സ്പെക്ടേഷൻ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുക, e raised to t square by 2. mz of t എന്ന് പറയുന്നത് എന്താണ്? e raised to t square by 2 ആണ്. Moment generating function for standard normal variable. Moment generating function for standard normal variable. ഓക്കെ, അപ്പൊ അതിന്റെ കർവും നോർമൽ കർവും നിങ്ങൾ നോക്കി പഠിച്ചു വെക്കണം. അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ അവിടെയാണ് ചെയ്യുക. സ്റ്റാൻഡേർഡ് നോർമൽ വാരിയേറ്റ് ആക്കിയിട്ട്, അതായത് നോർമൽ വാരിയബിൾ തന്നാലും നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയബിൾ ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഇതിന്റെ കർവ്, അതിന്റെ ഏരിയ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ആ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ഏരിയ അതിന്റെ പ്രോബബിലിറ്റി ആണ്. അത് നമ്മൾ പഠിച്ചു വെച്ചാലേ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോണത്. എഴുതി വെച്ചോളൂ. ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ ദ കർവ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് മ്യൂ ആൻഡ് സിഗ്മ ബേസ്ഡ് ആണ്. നമ്മളത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റുമ്പോൾ ഇത് 0 ആയിരിക്കും. മ്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും.
ഇവിടെ 1 സിഗ്മ എന്ന് പറഞ്ഞാൽ 1 ആ വരിക, കാരണം സിഗ്മ 1 അല്ലേ. ഇത് 2, ഇത് 3, ഇത് 4 അങ്ങനെ പോകും. ഇവിടെ -1, -2, -3, -4 അങ്ങനെ പോകും നെഗറ്റീവ് ഇൻഫിനിറ്റിക്ക്. ഓക്കെ, ഇനി നോക്കണം നിങ്ങൾ ഓരോന്നോരോന്നായിട്ട്. ഇവിടെ -1ന്റെയും 1ന്റെയും ഇടയിൽ വരുന്ന പ്രോബബിലിറ്റി, ഈ കാണുന്ന വാല്യൂവിനിടയിൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് -1 ലെസ് ദാൻ z ലെസ് ദാൻ 1, -1ന്റെയും +1ന്റെയും ഇടയിലാണ് സെറ്റിന്റെ വാല്യൂ വരുന്നതെങ്കിൽ അവിടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 68.2% ആണ്. എത്രയാണ് പ്രോബബിലിറ്റി വരിക? 68.2%. ഈ കാണുന്ന വാല്യൂ ഇത്രയും, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് 68.2% ഏതിന്റെ അകത്താണ്? -1ന്റെയും +1ന്റെയും ഇടയിലാണ്. ഓക്കെ, ടോട്ടൽ പ്രോബബിലിറ്റി നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ് വരിക. ഇവിടെ 68.2% എന്ന് പറയും, അല്ലെങ്കിൽ നമുക്കതിനെ 0.682 എന്ന് എഴുതാം. പ്രോബബിലിറ്റി ആയിട്ട് എഴുതുമ്പോൾ, പെർസെൻറ്റേജ് ആയിട്ട് എഴുതുമ്പോൾ 68.2%. ഓക്കെ, അതാണ് ആദ്യത്തെ കേസ്. ഇനി അടുത്തത് നോക്കൂ. ഈ -2ന്റെയും അതുപോലെ +2ന്റെ ഇടയിൽ ഇവിടെ വരുന്ന ഈ വാല്യൂ, -2ന്റെയും +2ന്റെയും ഇടയിലാണ് നമ്മുടെ വാല്യൂ വരുന്നത്. ആ വാല്യൂ 95.5%, സോറി 4%. ഓക്കെ, 95.4% ഈ വാല്യൂ കേട്ടോ. മൊത്തം ഈ ഏരിയ എന്ന് പറയുന്നത് -2ന്റെയും +2ന്റെയും ഇടയിലാണെങ്കിൽ ഈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും? -2ന്റെയും +2ന്റെയും ഇടയിൽ വരുന്ന ഈ ഒരു ടോട്ടൽ ഏരിയ ടേബിൾ വാല്യൂ അപ്പുറത്തുണ്ട്. -2 ലെസ് ദാൻ z ലെസ് ദാൻ 2, ഇതിന്റെ ഇടയിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 95.4% ആണ്, അല്ലെങ്കിൽ 0.954. അപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. ഇത്രയാണ് ഏരിയ വരിക, ടോട്ടൽ ഏരിയ ആണ് പറയുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി, ഇൻ ബിറ്റ്വീൻ -3 ആൻഡ് +3, -3ന്റെയും +3ന്റെ ഇടയിലാണ് വരുന്നത് വാല്യൂ എങ്കിൽ, ഈ കാണുന്ന -3ന്റെയും +3ന്റെ ഇടയിലാണ് വാല്യൂ വരുന്നതെങ്കിൽ അവിടെ 99.9%, 99.7%, 99.7% വാല്യൂ ആണ് വരിക. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് -3 ലെസ് ദാൻ z ലെസ് ദാൻ 3 വരുമ്പോൾ അവിടെ വരുന്ന വാല്യൂ 0.997 ആണ്, അല്ലെങ്കിൽ 99.7%. ആ വാല്യൂ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് നോർമൽ ബേസ് ചെയ്തിട്ട് പഠിച്ചാൽ മതി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം എന്നില്ല. ഇവിടെ അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇതിവിടെ വരെയുള്ള ഏരിയ ആണ്, ഇത് ഇതിനകത്തുള്ള ഏരിയ ആണ്. ആൻഡ് ഈ കാണുന്ന ടോട്ടൽ ഏരിയ ആണ് 99.7, -3 to +3. ആൻഡ് ഇവിടെ മുതൽ ഇതുവരെ ഏരിയ 0.5 ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ ഇതുവരെയുള്ള ഏരിയയും 0.5 ആയിരിക്കും. പകുതിയും ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1 വരും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, സിമ്മട്രിക് ആയതുകൊണ്ട് ഇപ്പൊ -1ന്റെയും +1ന്റെയും ഇടയിലാണ് നമ്മൾ 68.2 എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ അതിന്റെ പകുതിയാണ് 0ന്റെയും 1ന്റെയും ഇടയിൽ വരിക. 0ന്റെയും 1ന്റെയും ഇടയിൽ വരുന്ന ഏരിയ ആണ് 34.1% എന്ന് പറയുന്നത്. 0ന്റെയും 1ന്റെയും ഇടയിൽ വരുന്ന ഏരിയ ആണ് 34.1%. അതും നമ്മൾ അപ്പുറത്തെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 34.1%, അല്ലെങ്കിൽ 0.341 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഈ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഏതിന്റെ? -1ന്റെയും +1ന്റെയും ഇടയിൽ, -2ന്റെയും +2ന്റെയും ഇടയിൽ, -3ന്റെയും +3ന്റെയും ഇടയിൽ, ഈ 3 പ്രോബബിലിറ്റി. ഇനി അതിന്റെ പകുതി ആക്കാനും 0ന്റെയും 1ന്റെയും ഇടയിൽ 0.34, അതുപോലെ 0ന്റെയും 2ന്റെയും ഇടയിൽ എന്ത് വരും, 0ന്റെയും 3ന്റെയും ഇടയിൽ എന്ത് വരും എന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെക്കണേ. ഏരിയ അത് കാണാതെ പഠിച്ചു വെച്ചാലേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും നമ്മൾ നോർമൽ ടേബിൾ നോക്കിയിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് അല്ലെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോർമൽ ടേബിളിന്റെ വാല്യൂസ് ഒന്നും ചിലപ്പോൾ മുഴുവനായിട്ടും തരില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 4 വാല്യൂ ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3, അതിന്റെ പകുതി വാല്യൂസ് 3 പഠിച്ചാൽ മതി. അതിന്റെ പകുതി പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ പഠിക്കാനായിട്ട്. ആ വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ,
റൈറ്റ്. അപ്പോൾ അപ്പുറത്തെ സ്ലൈഡിലും ഇതേ വാല്യൂസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെ ഈ കാണുന്ന വാല്യൂസ് ഞാൻ ഇതിന്റെ പകുതിയും കൂടെ എഴുതി വെക്കാം. -1ന്റെയും +1ന്റെ ഇടയിൽ 0.682. അപ്പോൾ 0 ലെസ് ദാൻ z ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.341 എന്ന് വരും. പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2, 0ന്റെയും 2ന്റെ ഇടയിലാണെങ്കിൽ എന്താ വരിക? 954ന്റെ പകുതി. 954ന്റെ പകുതി വരിക 0.477 ആണ്. 0.477 വരും. ആൻഡ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 3, 0ന്റെയും 3ന്റെ ഇടയിൽ 0.997ന്റെ പകുതി. 0.997ന്റെ പകുതി 0.4985 വരും. 0.4985 ഇത്രയാണ് ഉണ്ടാവുക വാല്യൂ. ഓക്കെ. ഇനി ആസ് യൂഷ്വൽ നമുക്കറിയാം -∞ മുതൽ +∞ വരെയാണ് വാല്യൂ എങ്കിൽ -∞ ലെസ് ദാൻ z ലെസ് ദാൻ ∞ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ടോട്ടൽ 1 ആണ് വരിക. പ്രോബിലിറ്റി ഓഫ് z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0.5 വരും. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് z ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അതും 0.5 തന്നെയാണ് വരിക. പകുതി 50-50 ഏരിയ. ഓക്കെ. ഇനി ഇതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂസ് പഠിച്ചു വെച്ചാൽ അതിന്റെ ശേഷം വരുന്ന വാല്യൂസ്, അതിന്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂസ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയും കുറച്ചും ഒക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് ഇത് പഠിച്ചു വെക്കണേ. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് 1ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ വേണമെന്ന് വിചാരിക്കും. പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ z ലെസ് ദാൻ 2. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഈ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 2 നമുക്കറിയാവുന്ന വാല്യൂ മൈനസ് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ 1. 0 മുതൽ 2 വരെയുള്ള വാല്യൂ മൈനസ് 0 മുതൽ 1 വരെയുള്ള വാല്യൂ. 0 മുതൽ 2 വരെയുള്ള വാല്യൂ 0.477 മൈനസ് 1 വരെയുള്ള വാല്യൂ 0.341 അല്ലേ? ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാം. കിട്ടിയോ? പോയിന്റ് ഐ തിങ്ക് ഇറ്റ് ഇസ് 0.136 ആണെന്ന് തോന്നുന്നു. നോക്കിക്കോളൂ കേട്ടോ. 0.136 മൈനസ് 1ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ. ഓക്കെ. ഇനി ചിലപ്പോൾ -1ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ ചോദിക്കും. -1ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ. അപ്പൊ ഈ -1ന്റെയും 0ന്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് 0ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ, അങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അതിനാണ് നമ്മൾ ഈ ഒരു ഏരിയ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. വാല്യൂ ഒക്കെ എഴുതി വെച്ചോ? എഴുതിയെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ ഇത്രയും പഠിക്കേണ്ടതുള്ളൂ. ഇത് പഠിച്ചാൽ മതി. എഴുതി കഴിഞ്ഞല്ലോ? ഓക്കെ. ദെൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1. PSC തന്നെ ചോദിച്ച, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. റാൻഡം വാരിയബിൾ x ഫോളോസ് n mu 1.
then y equal to x square minus 1, then expectation of y എന്താണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വളരെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു വാരിയൻസ് ഓഫ് എക്സ്, ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെയാണ് ഈ ഒരു ചോദ്യവും നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്? മ്യൂ ആണ് അല്ലെ? അത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വാരിയൻസ് ഓഫ് എക്സ് 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അത് പക്ഷെ നമുക്കിവിടെ ആവശ്യമില്ല. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വൈ എന്ന് നമുക്കറിയാലോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ എക്സ്പെക്ടേഷൻ 1 തന്നെയാണ് വരിക അല്ലെ? ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ? നമ്മൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ആണ് അല്ലെ? ഇവിടെ പക്ഷെ സിഗ്മ സ്ക്വയർ 1 ആയതുകൊണ്ട് നമുക്ക് മ്യൂ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നിങ്ങൾ. മ്യൂ സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 എന്ത് വരും? മ്യൂ സ്ക്വയർ എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ? ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടുകളില്ല. ഒന്നാമത്തെ ചോദ്യമാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. X is a normal variate with the mean 42 and standard deviation 4. Then the probability that a value taken by X is greater than 50 is. X എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ ആണ്. X follows a normal distribution with the mean 42 and standard deviation 4. അപ്പോൾ അത് 4 സ്ക്വയർ എന്ന് എഴുതാം നമുക്ക്. അതായത് മ്യൂ is 42 and sigma is 4 അല്ലെ? ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 50 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും അത് വരിക? പ്രോബിലിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കി മാറ്റുക. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എടുക്കുക. ഗ്രേറ്റർ ദാൻ 50 മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ 42 ബൈ സിഗ്മ 4 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇത് എന്തായിട്ട് മാറും? സെഡ് ആയിട്ട് മാറും. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 50 മൈനസ് 42 8 ബൈ 4 2. പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2 ആണ് അല്ലെ? പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണോ സെഡ് ഗ്രേറ്റർ ദാൻ 2 കണ്ടുപിടിക്കുക? 2നേക്കാൾ വലുത് അല്ലെ? നോർമൽ കർവ് ജസ്റ്റ് വെറുതെ എന്ന് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വരച്ചു വെച്ചോളൂ. നോർമൽ കർവ് വരയ്ക്കുമ്പോൾ ഇവിടെയാണ് 2 അല്ലെ? ഇതാണ് 0. 0ന്റെയും 2ന്റെ ഇടയിലുള്ള ഏരിയ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് 2നേക്കാളും വലിയ ഏരിയ വേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഏരിയ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള 0.5 നിന്നും ഈ 0 to 2 ഏരിയ കുറച്ചാൽ മതി അല്ലെ? 0 ലെസ് ദാൻ z ലെസ് ദാൻ 2 കുറച്ചാൽ മതി. ഇത് വരും 0.5 മൈനസ് 0.477 അല്ലെ? 2 വരെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0.477 ആയിരുന്നു. അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.0228 എന്ന് കിട്ടും അല്ലെ? 0.0228. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? എളുപ്പമാണ് ചെയ്യാൻ, വലിയ പ്രയാസമൊന്നുമില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വാല്യൂസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് വാല്യൂ അറിയില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രയാസമായിരിക്കും.
ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നോക്കൂ. If for a normal distribution Q1 is 54.52, Q3 is 78.86, then the median of the distribution. ഈ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്താ? Q1, Q2, Q3 അല്ലേ? ക്വാർട്ടൈൽസ് ആണ്. ഈ 3 ക്വാർട്ടൈൽസും ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. 3 ക്വാർട്ടൈൽസും ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ. അതായത് Q1ന്റെയും Q3ന്റെയും നടുക്കായിരിക്കും Q2 ഉണ്ടാവുക. അപ്പൊ Q2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? Q1 plus Q3 by 2 എന്ന് എഴുതാൻ പറ്റും അല്ലെ? അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Q2 is Q1 plus Q3 by 2. എന്ത് വരും? 54.52 plus 78.86 divided by 2 അല്ലെ? ഇത്രയാണ് കിട്ടുക. ടോട്ടല് എന്താണോ 0.223 ആണ് വരിക. ശരിക്കും അതിന്റെ വാല്യൂ ഒരു എന്തുകൊണ്ടുണ്ട്? എക്സ്റ്റൻഷൻ വാല്യൂസും കൂടെ ഉണ്ട്. ശരിക്കും 4 വാല്യൂ അല്ലേ നമ്മൾ പറയുന്നത് അതിനകത്ത്. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് എഴുതുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതിൽ ഒരു അഡീഷണൽ വാല്യൂ കൂടെ പറയുന്നുണ്ട്. ഏതായിരുന്നു അതിന്റെ വാല്യൂ? ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. 0.5 ഇത് മൈനസ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 3 ആണ് കിട്ടുക. അത് ശരിയാണ്. പക്ഷെ ഒരു ചെറിയൊരു 4 ഡിജിറ്റ് വാല്യൂ വരുന്നുണ്ട് ശരിക്കും. 0.5 മൈനസ് 0.477 എന്തായിരുന്നു ഓർമ്മയുണ്ടോ? നമുക്ക് എന്തായാലും ഇവിടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് എഴുതാം, അത് പ്രശ്നമില്ല. പക്ഷെ നോർമൽ കർവില് ശരിക്കും പറയാ 34.13 എന്നാണ് പറയുക. 34.13% എന്നാണ് പറയുക. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. 34.13%. അതുപോലെ തന്നെ 68.29 എന്ന് പറയും അല്ലേ? 26 പറയും. ഒരു ഡിജിറ്റും കൂടെ വരുമ്പോഴാണ് ആ ഇഷ്യൂസ് വരുന്നത്. അതുപോലെ തന്നെ 95.44 എന്ന് പറയും. അതുപോലെ 99.72 എന്നും പറയും. ഈ വാല്യൂസ് ഒരു ഡിജിറ്റിനും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ വാല്യൂ കിട്ടുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് എന്തായാലും ആൻസറിൽ 0.228 എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ അല്ലെ? 0.223 ആണ് വരിക. ശരിയാണ്, സംഭവം ശരിയാണ്. സീറോ 223 ആണ് നമുക്ക് എക്സാക്ട്ലി ഇവിടെ നിന്ന് കിട്ടുക. പക്ഷെ ആ വാല്യൂ എഴുതുമ്പോൾ അങ്ങനെ വരും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൈറ്റ്, ശരി. അടുത്ത നോക്കൂ. ഇതിന്റെ വാല്യൂ എന്താണ് വരിക? 66.69 എന്നാണ് കിട്ടുക കേട്ടോ. 66.69 എന്നാണ് വാല്യൂ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ക്വാർട്ടൈൽസ് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ക്വാർട്ടൈൽസ് ഈക്വലി സ്പേസ്ഡ് ആണെന്ന് എഴുതി വെക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കൂ. എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ റാൻഡം വേരിയബിൾ has mean 2 and variance 4, then its fourth central moment mu4 എന്താണെന്നാണ് ചോദിക്കുന്നത്. mu4 എങ്ങനെ എഴുതാം? mu4നെ നമുക്ക് mu2r ന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലെ? mu2r is 1 into 3 into etc into 2r minus 1 into sigma raised to 2r അല്ലെ? ഇതാണ് നമ്മുടെ ഫോർമുല. റെക്കറൻസിലേഷൻ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് mu4 കണ്ടുപിടിക്കാൻ ഇറ്റ് ഇസ് ആറിന് 2 കൊടുത്താൽ മതി. ആറിന് 2 കൊടുത്തു കഴിഞ്ഞാൽ mu4 is equal to 1 into 3 into sigma raised to 4 എന്ന് വരും അല്ലേ? 3 sigma raised to 4. ഇനി എന്താണ് സിഗ്മ? സിഗ്മ
സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ സിഗ്മ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 4 സ്ക്വയർ എന്ന് വരും അല്ലേ? Therefore, it is 3 into 16. That is equal to 48 എന്ന് കിട്ടും അല്ലേ? 48. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക കേട്ടോ. സിഗ്മ സ്ക്വയർ ആണ് 4, ഇവിടെ സിഗ്മ റേസ് ടു 4 ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം, അതാണ് 4 സ്ക്വയർ എഴുതിയിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? യെസ്, റൈറ്റ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ഒക്കെ 0 ആയിരിക്കും. അല്ലെ? ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് എല്ലാം 0 ആണ്, ഓൾറെഡി നമ്മൾ പഠിച്ചു. അടുത്തത് ആറാമത്തെ ചോദ്യം. ഓൾ ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് ആർ 0. ആറാമത്തെ ചോദ്യം നോക്കൂ. As sigma increases, the shape of the normal curve becomes more and more constrict, more and more flatter, asymmetrical, symmetrical. സിഗ്മ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ സംഭവിക്കുക? എന്താണ് സിഗ്മ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുക? സിഗ്മ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ടോ? അതായത് നമുക്കിവിടെ സിഗ്മ 0 ആണ് അല്ലേ? ഇനി 1 സിഗ്മ, 2 സിഗ്മ, 3 സിഗ്മ, 4 സിഗ്മ, 5 സിഗ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ 0, ഇവിടെ 1 സിഗ്മ, ഇവിടെ 2 സിഗ്മ എക്സെട്ര അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ കർവ് മോർ ആൻഡ് മോർ ഫ്ലാറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യും അല്ലെ? മോർ ആൻഡ് മോർ ഫ്ലാറ്റ്. സിഗ്മ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, സിഗ്മ കൂടുന്ന സമയത്ത് ഈ കർവ് മോർ ആൻഡ് മോർ ഫ്ലാറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. അതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. The height of students is normally distributed with the mean 165 centimeter and standard deviation 5 centimeter. Then the probability that the height of the student is more than 177 is area from 0 to 2.4 is 0.4918 എന്ന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളിലും ഇങ്ങനെ തരണം എന്നില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നും സ്റ്റാൻഡേർഡ് ഏരിയ വരുന്ന വാല്യൂസ് ഒന്നും നമുക്ക് തരില്ല. സ്റ്റാൻഡേർഡ് അല്ലാത്തത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തന്നിട്ടുണ്ടാവും സെപ്പറേറ്റ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എന്താണ് ഡിസ്ട്രിബ്യൂഷനിലെ ഡീറ്റെയിൽസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എക്സ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു വിത്ത് മ്യൂ 165 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 അല്ലെ? അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് 165ഉം സിഗ്മ എന്ന് പറയുന്നത് 5ഉം ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? Probability of students more than 177, x greater than or equal to 177. Probability of x minus mu by sigma is greater than 177 minus 165 by 5. Probability of z greater than 177 minus 165 by 5 എന്ന് പറഞ്ഞാലാണ് 2.4 വരിക. This is 2.4. ഈ വാല്യൂ ആണ്, ഗ്രേറ്റർ ദാൻ 2.4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെയാണ് 2.4. ഈ ഒരു ഏരിയ നമുക്ക് തന്നിട്ടുള്ളത് 0 മുതൽ 2.4 വരെയുള്ള ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഈ ഏരിയ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 0.5ൽ നിന്നും 0 ലെസ് ദാൻ z ലെസ് ദാൻ 2.4 മൈനസ് ചെയ്യാം. എന്ത് വരും? 0.5 മൈനസ് 0.4918 അല്ലെ? 0.4918 0082 എന്നാണ് കിട്ടുക. വാല്യൂ 0.0082. ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇവിടെ ഇപ്പൊ 2.4 വന്നുകൊണ്ടാണ് നമുക്ക് ഈ വാല്യൂ തന്നത് കേട്ടോ. എല്ലാ സമയത്തും അങ്ങനെ തരണമെന്നില്ല. സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒക്കെ ആണെങ്കിൽ തരില്ല. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടി വേണേ.
ഓക്കെ, എട്ടാമത്തെ ചോദ്യം നോക്കൂ. Question number 8. The annual precipitation data of a city is normally distributed with a mean and standard deviation as 1000 mm and 200 mm respectively. The probability that the annual precipitation will be more than 1200 mm. ഇതിലെ കോണ്ടെക്സ്റ്റ് ഒന്നും നിങ്ങൾ നോക്കണമെന്നില്ല, അതിൽ ആ വാല്യൂസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ മീനും വാരിയൻസും നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. മ്യൂ എന്ന് പറയുന്നത് 1000 ആണ്, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് 200 ആണ്. നമുക്ക് വേണ്ടത് എന്താ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1200. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഗ്രേറ്റർ ദാൻ 1200 മൈനസ് 1000 ഡിവൈഡഡ് ബൈ 200. സിമ്പിൾ ആണ്. പ്രോബിലിറ്റി ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 200 ബൈ 200 1 അല്ലേ? എന്താ കിട്ടുക? 0.5 മൈനസ് 0, പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ സെറ്റ് ലെസ് ദാൻ 1 അല്ലേ? അതായത് 0.5 മൈനസ് 0.341 അല്ലേ? എത്ര വരും? ഇറ്റ് ഈസ് 0.5നേക്കാളും കുറവാണ് അല്ലേ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 50%, ലെസ് ദാൻ 50%, 50%, 75%, 100% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0.5 എന്ന് പറഞ്ഞാൽ 50%, അതിനേക്കാളും കുറവാണെന്ന് എഴുതാം നമുക്കിവിടെ അല്ലേ? ലെസ് ദാൻ 50%. 0.5നേക്കാൾ കുറവാണ്. 0.5 എന്ന് മൈനസ് ചെയ്യാൻ പോവാ നമ്മൾ. 0.5നേക്കാൾ കുറവാണ് എന്ന് എഴുതി വെക്കാം അല്ലോ. ലെസ് ദാൻ 50%. ഓക്കെ അല്ലേ? ഇതിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ചോദ്യം നോക്കൂ. Let x is a normal random variable with the mean 1 and variance 4. Probability x less than 0. എന്താ വരിക? Probability of x less than 0 is probability of x minus mu by sigma less than 0 minus 1 by 2. Okay, that is equal to probability of z less than minus 0.5. Probability of z less than minus 0.5. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് വാല്യൂ ചോദിക്കണില്ല. കറക്റ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. 0.1ന്റെ ഒക്കെ പകുതി എടുക്കേണ്ടി വരും. ഇവിടെ എവിടെയാണ് നമ്മുടെ -0.5 എന്ന് പറഞ്ഞ വാല്യൂ വരിക? അവിടെയാണ് -0.5 വരിക അല്ലേ? അതിനേക്കാളും ചെറുതെന്ന് പറഞ്ഞാൽ ഇതാണ് വാല്യൂ. അതെന്താണ്? 0.5 ആണോ? അല്ല. ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 0.5, ഗ്രേറ്റർ ദാൻ 0.5 ആൻഡ് ലെസ് ദാൻ 1, 0.1. ഇതുമല്ല, ഇതുമല്ല, ഇതാണ് വരിക അല്ലേ? 0ന്റെയും 0.5ന്റെയും ഇടയിൽ. ഇത് ടോട്ടലാണ് 0.5, ശരിയല്ലേ? ഇത് ടോട്ടലാണ് 0.5 ഏരിയ വരിക. ഇവിടെ നമ്മൾ -0.5നേക്കാളും താഴെ വരുന്ന സെറ്റിന്റെ ഏരിയയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 0.5. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 0.5. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. 10ാമത്തെ ചോദ്യം. നാഷണലൈസ്ഡ് ബാങ്ക് has found that the daily balance available in its savings account follows a normal distribution with the mean 500 and standard deviation 50. The percentage of savings account holders who maintain an average daily balance more than 500. Okay, ഇവിടെ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. 500 and standard deviation sigma is 50. നമുക്ക് വേണ്ട എന്താ? Probability of x greater than 500. എന്ത് വരും? Probability of x minus mu by sigma is greater than 500 minus 500 by 50. എന്ന് പറയുമ്പോൾ probability of z greater than 0 അല്ലേ? z greater than 0 എന്താ? Exactly 50%. z greater than 0 പറഞ്ഞാൽ 0.5 ആയിരിക്കും അല്ലേ? It is obviously 50%. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ക്വസ്റ്റ്യൻസ്. ഇത്രയേ ഉള്ളൂ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ അഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.